ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് 8ാമത്തെ നോമ്പിൻ്റെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ്താറിന് വേണ്ടി എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വരുന്നത്. അപ്പം ഇന്ന് ഞാൻ പത്തിരി വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറുന്നത് വരെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കലാണ്. ഞാൻ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം തട്ടിലേക്ക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അത് ബോളാക്കി എടുക്കുകയാണ്. ബോളാക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ഓരോ ബോൾ ഉണ്ടാക്കുന്നതനുസരിച്ച് അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊടിയും തട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നല്ല എളുപ്പമായി എനിക്ക് തോന്നിയത്. പിന്നെ പത്തിരിപ്പൊടി കുഴക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ കുഴച്ചെടുക്കുക. ഇങ്ങനെ ബോളാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൈമിലാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉള്ള പത്തിരി തന്നെ കിട്ടും നമുക്ക്. ഞാനിപ്പോൾ 2 കപ്പ് പൊടിയാണ് വാട്ടിയത്. 2 കപ്പിന് 3 കപ്പ് വെള്ളം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് വാട്ടിയത്. അപ്പോൾ നല്ല പാകം തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ നന്നായി കുഴച്ച് ഓരോ ബോളുകളാക്കുക. നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് പത്തിരിയും കറിയാണ്. പിന്നെ ചിലരൊക്കെ അതിന് ടൈമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ മടിയൊക്കെ പിടിക്കുമ്പോഴാണ് റൈസുമൊക്കെ പോകുന്നത്. ബിരിയാണി, മന്തി, കപ്സ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ലത് ഒരു പത്തിരിയും കറിയും അതിലേക്ക് കട്ടൻ ചായയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു വിശപ്പ് മാറും ചെയ്യും. അങ്ങനെ ക്ഷീണം മയക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി ഇവിടെ നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കയ്യിൽ തടവിയിട്ട് ഓരോ ബോളുകളാക്കി എടുക്കുക. അങ്ങനെ നേരിട്ട് തന്നെ നമ്മൾ കല്ലുമ്മലിട്ടങ്ങ് ചുട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റുള്ള പത്തിരിയും കിട്ടും, ടൈമും ലാഭിക്കാം. അപ്പോൾ പത്തിരിപ്പൊടി വാട്ടിയതിന് ശേഷം നമ്മൾ ഉള്ളികളും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ടയും പിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം കല്ലുമ്മലിട്ടങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊടി ഇട്ടാതെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നിവർത്തി വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ കണ്ടെയ്നറിൽ ഇട്ടേക്കേണ്ടി. അപ്പോൾ നമ്മൾ മുട്ട നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പത്തിരി ചുടുന്നതിനോടൊപ്പം തന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പ്, വലിയുള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കാം. ഞാൻ ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് രാവിലെ കേട്ടോ. അപ്പോൾ കുറേ ശബ്ദങ്ങളുണ്ടല്ലോ, കോഴി പോകുന്നുണ്ട്, പല സൗണ്ടുകളും കേൾക്കാം. അപ്പോൾ ഒരു അടുപ്പത്ത് കറി ഉണ്ടാക്കലും ഒരു അടുപ്പത്ത് പത്തിരി ചുടലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കേ കഴിയുള്ളൂ. ഒരു പണീൻ്റെ ഒപ്പം എത്ര പണി ഒപ്പെടുക്കൽ ഞങ്ങളറിയും. അത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ കഴിവാണ്. പിന്നെ അപ്പോൾ പത്തിരി ഉണ്ടാക്കലൊക്കെ ഒറ്റയടിക്കൊന്ന് കഴിഞ്ഞു കേട്ടോ. പ്രസ്സുമലമർത്തലും പത്തിരി ചുടലൊക്കെ ഒപ്പം തന്നെ കഴിഞ്ഞു. ഇനി കറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഉള്ളി നന്നായി വാടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതക്കിയത് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായി വാടിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ പൊടികളൊക്കെ ചേർത്ത് മുട്ടക്കറിയുടെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കറി ഇവിടെ ഇൻഗ്രീഡിയൻസ് ഉള്ളികളും തക്കാളികളൊക്കെ ഇട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മളെ പത്തിരിയൊക്കെ ചുട്ടച്ചതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം കാസറോളിലേക്ക് ഇറക്കി വെക്കണേ. അപ്പോൾ ഇങ്ങനെ ചൂടാറി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഇറക്കി വെച്ച് മൂടി വെച്ചാൽ പത്തിരി നല്ല സോഫ്റ്റ്നെസ്സും അങ്ങനെ തമ്മിൽ ഒട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേന്ന് വരെ ആ സോഫ്റ്റ്നെസ് കിട്ടും. നോമ്പൊക്കെ കഴിഞ്ഞ് പോണത് കൊടും ചൂടില്ലാട്ടോ നാട്ടിൽ. അപ്പോൾ നമ്മൾ അതിനൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു എനർജിയാണ് ഈ ഡ്രിങ്ക്. നമ്മളെന്നും കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷവും ക്ഷീണവും ഒക്കെ മാറുന്നൊരു ഡ്രിങ്ക് ആട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, മുത്താറിപ്പൊടി, അതായത് ചൊളാണ്ടിപ്പൊടി 1/4 കപ്പ് നമ്മൾ ഇട്ടത് അതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പൊടിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കട്ടോ, തുള്ളി ഉപ്പിട്ട് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ.
അപ്പോൾ അതാ ഒരടുപ്പിൽ കറി ഇവിടെ റെഡിയായി നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഈ ഒരു ജ്യൂസിനുള്ള മുത്താറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഇട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തോലി കളഞ്ഞ് ഓരോ വരകളിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്, തേങ്ങ അരച്ചത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ ചെറിയ ഉള്ളിയിലൊക്കെ വറവിട്ട് സൂപ്പറാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുത്താറി കുറുക്കി വെച്ചില്ലേ, അതിലേക്ക് തന്നെ ഒരു ക്യാരറ്റും ഇതേപോലെ കുക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ല തിളച്ച് വെന്തതിന് ശേഷം അതും തണുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിക്കാം. എന്നിട്ടത് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊടി റെഡി ആയപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ആ പണിക്ക് പോകാമെന്ന് വിചാരിച്ചങ്ങനെ വെന്താട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലക്കൂട്ടൊന്നും മതി കേട്ടോ ഈ റഗ് കറി ഉണ്ടാക്കാനും. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയണത് പറഞ്ഞാൽ തീരെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇങ്ങനെ വിടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലേറെ നല്ല ടേസ്റ്റിലും നല്ല കൈപ്പുണ്യത്തിലേക്ക് ഇക്കാരം. അപ്പം കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ വീഡിയോ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റിൽ ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതേപോലെ തന്നെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും അറിയിക്കണേ. അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്കുള്ള താളിപ്പാണ് കേട്ടത്. ചെറുള്ളി അരിഞ്ഞതും കറിവേപ്പ് ഇട്ടത് താളിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ വാട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കരുതി യൂസ് ചെയ്യാം. അപ്പോൾ അതാ കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഓരോന്നുമായിട്ട് നമ്മളിങ്ങനെ പണി തീർക്കുകയാണ്. ഇനി ഇതാ ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ജ്യൂസ് ശരിക്കും മറ്റുള്ള പണികളെക്കാട്ടിയും മുന്നേ ചെയ്യേണ്ട കാര്യമുണ്ടത്. പക്ഷെ ഞാനിത് എന്താ ഉണ്ടാക്കാമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്നോ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിക്കോന്ന്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ വെള്ളവും ക്യാരറ്റും കൂടി മിക്സിയിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 5-6 കാരക്ക കുരു കളഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ചൊളാണ്ടിയും ഇട്ട് പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു എനർജറ്റിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണിട്ടത്. നല്ലൊരു ക്ഷീണം കുഴപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കി. ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാകും. അപ്പോൾ നമ്മളിതാ കുറച്ചൊരു 3-4 ടീസ്പൂണ് വരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാലും പഞ്ചസാരയും ആഡ് ചെയ്ത് സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുക്കാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കട്ടോ. അതിന് പകരം കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ കാരൊക്കെ ഇട്ടണല്ലോ, അതൊന്നും മധുരം ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ ഇതാ നമ്മൾ ഒരു വട്ടം അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വിറ്റാമിൻസ്, മിനറൽസ്, രക്തക്കുറവ് ഉള്ളവർക്കൊക്കെ നല്ലൊരു രക്തോട്ടം ഉണ്ടാകാനൊക്കെ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടത്. അപ്പം ഒരിക്കലെങ്കിലും ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് നീ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താറിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ടേബിളിൽ ഇതാ ഫുഡ് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പത്തിരി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി, ഫ്രൂട്ട്സ്, ജ്യൂസ്, വെള്ളം, കാരക്ക, ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പൊരികളോടൊക്കെ ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.